ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, ഗോലി ബജ്ജി. ഒരു മാംഗ്ലൂരിയൻ സ്നാക്കാണിത്. ഇതിന് മാംഗ്ലൂർ ബജ്ജി, മാംഗ്ലൂർ ബോണ്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ബജ്ജി ഉണ്ടാക്കാൻ നമുക്ക് മൈദ ആവശ്യമാണ്. അപ്പോൾ ഞാൻ 2 കപ്പ് അളവിനുള്ള മൈദയാണ് ഇവിടെ എടുക്കുന്നത്. ഇനി ഈ ബജ്ജി നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ അളവിനുള്ള പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് തൈര് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അധികം പുളിപ്പുള്ള തൈര് ഈ ബജ്ജി ഉണ്ടാക്കാൻ എടുക്കരുത്, ചെറുതായിട്ടൊരു പുളിപ്പ് മാത്രം മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബജ്ജിക്കുള്ള മാവ് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ഒരുപാട് കട്ടിയായിട്ടും ഈ മാവിരിക്കരുത്, ഒരുപാട് ലൂസായിട്ടും പോകരുത്. അപ്പോൾ അതുപോലെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായി ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മാവിലേക്ക് നല്ലോണം എയറൊക്കെ കയറും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ മാവ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കൈകൊണ്ട് കോരി എണ്ണയിലേക്ക് ഇടുന്ന ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 3 വലിയ പച്ചമുളക് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിന് നല്ല ജീരകവും 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളകും ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/4 മുതൽ 1/2 ടീസ്പൂൺ അളവിനുള്ള ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബജ്ജി വറുത്തെടുക്കാൻ അത്യാവശ്യമായിട്ടുള്ള എണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിന് ശേഷം കൈ ഒന്ന് ചെറുതായി നനച്ചു കൊടുക്കുക. എന്നിട്ട് ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. എണ്ണ നല്ലോണം ചൂടായിരിക്കണം ഈ സമയത്ത്. ഇത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇത് നല്ലൊരു ഷേപ്പായിട്ട് നല്ലൊരു ബോളിൻ്റെ ഷേപ്പിൽ ഇതിങ്ങനെ പൊന്തി വരും. അപ്പോൾ എണ്ണ ചൂടല്ലെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂട് വേണം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം എണ്ണ ഒരു മീഡിയം ലോയിലേക്ക് മാറ്റി വയ്ക്കുക. അതായത് ഒരു മീഡിയം ഹീറ്റിൽ നിന്ന് കുറച്ചൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതി. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ബജ്ജി ഉണ്ടാക്കിയെടുക്കാം. ഈ ബജ്ജി ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ പുറത്ത് നല്ലോണം ക്രിസ്പി ആയിരിക്കുകയും അകത്ത് ശരിക്ക് വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്യാവശ്യം ചൂട് വേണം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ലോയിലേക്ക് കുറച്ച് കൊടുക്കുക. ഗോലി ബജ്ജി ഉണ്ടാക്കാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.